ഫിസിക്സ് യൂണിറ്റ് 6-ലെ വർക്ക് എനർജി പവർ എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട 2 ഡെറിവേഷൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. അപ്പോൾ വസ്തുക്കൾ തമ്മിൽ കൊളീഷൻ നടക്കും, കൂട്ടിയിടി നടക്കും. അപ്പോൾ കൊളീഷൻസ് ഇൻ 1 ഡയമെൻഷൻ. ആ കൊളീഷൻ 1 ഡയമെൻഷനിലാണെങ്കിൽ അവിടെ അവരുടെ കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റീസ് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ 2 വസ്തുക്കളെ കൺസിഡർ ചെയ്യണം, 2 ഓബ്ജക്ട്സിനെ കൺസിഡർ ചെയ്യണം. എ എന്ന് പറഞ്ഞ ഒരു ഓബ്ജക്റ്റ്, അതുപോലെ ബി എന്ന് പറഞ്ഞ മറ്റൊരു ഓബ്ജക്റ്റ്. എങ്കിലിവിടെ നോക്കാം, എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ മാസ് നമ്മൾ m1 എന്നെടുക്കുന്നു. അതുപോലെ ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ മാസ് നമ്മൾ m2 എന്നെടുക്കുന്നു. അപ്പോൾ a1 അത് എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്, അതുപോലെ ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്, എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെയും ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ മാസുകളെ എയുടെ മാസിനെ m1 എന്നും ബിയുടെ മാസിനെ m2 എന്നും കൺസിഡർ ചെയ്യണം. എങ്കിൽ എക്കുള്ള വെലോസിറ്റി u1, ഇനീഷ്യൽ വെലോസിറ്റി u1 എന്നെടുക്കുന്നു. അതുപോലെ ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി u2. ഇവിടെ u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. u1ൻ്റെ വെലോസിറ്റി u2ൻ്റെ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി കൂടിയ ഒബ്ജക്റ്റ് വെലോസിറ്റി കുറഞ്ഞ ഒബ്ജക്റ്റിനെ അവിടെ കൊളൈഡ് ചെയ്യും. എങ്കിൽ ആഫ്റ്റർ ദ കൊളീഷൻ, അപ്പോൾ നമ്മൾ ഇവിടെ ബിഫോർ ദ കൊളീഷനാണ്. കൊളീഷന് മുമ്പ് എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് m1 ഉം ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ മാസ് m2 ആയിരുന്നു. അവരുടെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യത്തേതിൻ്റെ u1 ഉം രണ്ടാമത്തേൻ്റെത് u2 ഉമാണ്. എങ്കിൽ ആഫ്റ്റർ ദ കൊളീഷൻ കഴിയുമ്പോൾ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ മാസ് m1 തന്നെയാണ്, ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ മാസ് m2 തന്നെ. പക്ഷെ അവരുടെ വെലോസിറ്റിക്ക് നേരിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. m1 മാസുള്ള ഒബ്ജക്റ്റിന് v1 വെലോസിറ്റിയും m2 മാസുള്ള ഒബ്ജക്റ്റിന് v2 വെലോസിറ്റിയുമായിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആഫ്റ്റർ കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും ഇനീഷ്യൽ വെലോസിറ്റീസ്, അതുപോലെ എയുടെയും ബിയുടെയും ഫൈനൽ വെലോസിറ്റികളും ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ്. ബോത്ത് ദ വെലോസിറ്റീസ് ഓഫ് ദ ഓബ്ജക്ട്സ് ആർ അലോങ് ദ സ്ട്രെയിറ്റ് ലൈനിലാണ് അവരുടെ വെലോസിറ്റീസ്, അതായത് അവരുടെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ്. എങ്കിൽ നമുക്ക് പറയാം കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ അല്ലെങ്കിൽ കൊളീഷൻ ഇൻ 1 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഡിഫൈൻ ചെയ്ത് അവിടെ എഴുതി വയ്ക്കാം. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റീസ് ആൻഡ് ഫൈനൽ വെലോസിറ്റീസ്, ഇനീഷ്യൽ വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? u1 ഉം u2 ഉം. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v1 ആൻഡ് v2 of both the bodies are along the straight line, then it is called 1-dimensional motion. Then ഇനി ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം ആഫ്റ്റർ ദ കൊളീഷൻ കഴിയുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതായത് ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. കൊളീഷന് ശേഷം 1 ഡയമെൻഷണൽ കൊളീഷൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി എത്രയാണ് കിട്ടുകയെന്ന് ഡിറൈവ് ചെയ്യണം. ആ ഡെറിവേഷന് വേണ്ടി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. According to conservation of linear momentum, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണ്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ബിഫോർ collision, momentum
ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റം. അതായത് കൊളീഷന് മുമ്പ് എത്ര മൊമെൻറ്റം ഉണ്ടായിരുന്നോ അത് തന്നെ കൊളീഷന് ശേഷവും ഉണ്ടാവും. മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ മൊമെൻറ്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പി ഈക്വൽ ടു എം വി അല്ലെങ്കിൽ എം യു, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. എങ്കിൽ ഇവിടെ നമുക്ക് കൊളീഷന് മുമ്പ് രണ്ട് ഓബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ രണ്ടിനും വെവ്വേറെ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം കിട്ടാൻ എന്ത് ചെയ്യും, നമ്മൾ രണ്ടിൻ്റെയും മൊമെൻറ്റം കൂട്ടും. അപ്പോൾ ആദ്യത്തെ ഓബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 ഇൻറ്റു u1 ആണ്. അവിടെ ഇനീഷ്യൽ വെലോസിറ്റി u1ഉം മാസ് m1ഉമാണ്. എങ്കിൽ m1 ഇൻറ്റു u1 ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കിട്ടും. പ്ലസ് m2 ഇൻറ്റു u2, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തെ വസ്തുവിൻ്റെ മൊമെൻറ്റം കിട്ടും. അപ്പോൾ ബിഫോർ ദ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 u1 പ്ലസ് m2 u2 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എങ്കിൽ കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റം എങ്ങനെയാണ് കാണുക, m1 ഇൻറ്റു v1 ചെയ്താൽ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കിട്ടും, പ്ലസ് m2 ഇൻറ്റു v2. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കിട്ടും. നമുക്കിതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതായത് ഈ ഇക്വേഷനെ നമുക്ക് ഇനിയും ഡെറിവേഷനിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ 1 എന്ന് നമുക്കിതിനെ നമ്പർ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കണം. അപ്പോൾ m1 u1 m1 v1, അതായത് എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ മാസുള്ള ഉൾപ്പെടുന്ന മൊമെൻറ്റം ഒക്കെ എന്ത് ചെയ്യണം, ഒരു വശത്തേക്ക് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ m1 u1നെ ഇവിടെ നിർത്തി ഇപ്പുറത്തുനിന്ന് m1 v1 ഈക്വലൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം. എങ്കിൽ പ്ലസ് m1 v1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് m1 v1 ആയിട്ട് മാറും. ഈക്വൽ ടു ഇവിടെ m2 v2 എന്നുള്ള ടേം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ m2 u2 എന്നുള്ള ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം. അപ്പോൾ പ്ലസ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറുമ്പോൾ മൈനസ് m2 u2 എന്നാവും. ഇനി ഇതിൽ നിന്ന് രണ്ട് ടേമിലും m1 കോമൺ ആണ്. എങ്കിൽ എന്ത് ചെയ്യുക, m1നെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുക. m1നെ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ ആദ്യത്തേൽ u1 മാത്രം, ആദ്യത്തെ ടേമിൽ u1 മാത്രം ബാക്കിയുണ്ടാവും. അടുത്ത ടേമിൽ നടുവിൽ മൈനസ് ഉണ്ട്, അടുത്ത ടേമിൽ v1 മാത്രം ബാക്കിയുണ്ടാവും. അപ്പോൾ m1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ m2 എന്നുള്ളത് രണ്ട് ടേമിലും കോമൺ ആണ്. അപ്പോൾ m2നെ രണ്ട് ടേമിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. അതായത് ബിയുടെ മാസുകളെ രണ്ട് ടേമിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. v2 മൈനസ് u2 എന്നായി മാറും അവിടെ. അപ്പോൾ ബിയുടെ മാസാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെയുള്ളത് ആദ്യത്തെ ടേമിൽ v2ഉം രണ്ടാമത്തെ ടേമിൽ മൈനസ് u2 ഉണ്ട്. ഇതിനെ നമുക്ക് അടുത്ത ഇക്വേഷനായിട്ട് നമ്പർ ചെയ്യാം. അതായത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഇറ്റ് ഈസ് എൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഇത് എങ്ങനെയുള്ള കൊളീഷനാണ്, ഇലാസ്റ്റിക് കൊളീഷനാണ്. ഹിയർ ഇറ്റ് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത മൊമെൻറ്റവും കൺസർവ്ഡ് ആയിരിക്കും, അതുപോലെ കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് പറയാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിരിക്കും. അതായത് ബിഫോർ ദ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആഫ്റ്റർ കൈനറ്റിക് എനർജി. കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. ബിഫോർ ദ കൊളീഷൻ ടോട്ടൽ kinetic energy that is equal to after collision total kinetic energy. എങ്കിൽ ബിഫോർ ദ കൊളീഷൻ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. എങ്കിൽ ബിഫോർ ദ കൊളീഷൻ രണ്ട് വസ്തുക്കളുണ്ട്. m1 മാസുള്ള ഒരെണ്ണവും അതിൻ്റെ വെലോസിറ്റി u1 ആണ്. എങ്കിൽ ഹാഫ് m1 u1 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ഓബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ
കൈനറ്റിക് എനർജി കിട്ടും. പ്ലസ് ഹാഫ് m2, രണ്ടാമത്തെ ഓബ്ജക്റ്റിൻ്റെ മാസ് m2 ആണ്, അതിൻ്റെ വെലോസിറ്റി u2 ആണ്. അപ്പോൾ m2 u2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് m2 u2 സ്ക്വയർ ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും നമുക്ക്. അപ്പോൾ ബിഫോർ ദ കൊളീഷൻ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ രണ്ട് പേരുടെയും കൈനറ്റിക് എനർജി നമ്മൾ കൂട്ടി എങ്കിൽ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടി. അതുപോലെ ആഫ്റ്റർ ദ കൊളീഷൻ ടോട്ടൽ കൈനറ്റിക് എനർജി അറിയണം. കൊളീഷൻ കഴിയുമ്പോൾ ആദ്യത്തേതിൻ്റെ മാസ് v1 ആയി മാറും. അപ്പോൾ ഹാഫ് m1 v1 സ്ക്വയർ എന്ന് ചെയ്താൽ ആദ്യത്തേതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. അതുപോലെ ഹാഫ് m2 v2 സ്ക്വയർ എന്ന് ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ കൈനറ്റിക് എനർജിയും നമുക്ക് കിട്ടും. ഇനി നേരത്തെ നമ്മൾ ഇക്വേഷൻസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ m1 മാസുള്ള ഒബ്ജക്ട്സിനെയൊക്കെ ഒരു സൈഡിലേക്ക്, അതിൻ്റെ കൈനറ്റിക് എനർജീസിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം. അതുപോലെ m2 മാസുള്ള ഓബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജീസൊക്കെ അതർ സൈഡിലേക്ക് നമ്മൾ മാറ്റണം. എങ്കിൽ ഹാഫ് m1 u1 സ്ക്വയർ ഇവിടെ നിൽക്കും, ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ആണ്, ആ ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കിടക്കും. ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ പ്ലസ് എന്നുള്ളത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ മൈനസ് ഹാഫ് m1 v1 സ്ക്വയർ എന്ന് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് m2 v2 സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്, അത് അവിടെ തന്നെ നിൽക്കും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് m2 മാസുള്ള ടേം ഹാഫ് m2 u2 സ്ക്വയർ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ പ്ലസ് ടേം അങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഹാഫ് m2 u2 സ്ക്വയർ എന്നായിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് m1 എന്നുള്ള കോമൺ ആണ്. അപ്പോൾ ഹാഫ് m1നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഉള്ളിൽ എന്ത് വരും? ആദ്യത്തെ ടേമിൽ u1 സ്ക്വയർ ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ടേമിൽ മൈനസ് v1 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഹാഫ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്നാവും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് m2 ആണ് രണ്ട് ടേമിലും കോമൺ ഉള്ളത്. അപ്പോൾ ഹാഫ് m2നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആദ്യത്തെ ടേമിൽ v2 സ്ക്വയർ ഉണ്ടാവും, രണ്ടാമത്തെ ടേമിൽ u2 സ്ക്വയർ ഉണ്ടാവും, മൈനസ് u2 സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അതിനെയും നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ ഹാഫ് എന്നുള്ളത് രണ്ട് സൈഡിലുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഹാഫ് എന്നുള്ളത് രണ്ട് സൈഡിലുണ്ട്, ഒന്നുകിൽ ഹാഫിനെ ഇപ്പുറത്തേക്ക് കടത്താം. അപ്പോൾ ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ് എന്നാവും. അപ്പോൾ 1 ആയിട്ട് പോകും. 1 ഇൻറ്റു ഇത് ഏത് ടേമിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ ടേം തന്നെ വരും. അപ്പോൾ അതിന് പകരം ഒരേ സൈൻ ഒരേ നമ്പേഴ്സുമാണ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മാത്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനെ യൂസ് ചെയ്യണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്, അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലാണ് ഇതിവിടെ കിടക്കുന്നത്. അതുപോലെ ഇവിടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നുള്ളതും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? m1നെ അങ്ങനെ തന്നെ എഴുതും. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിൽ എഴുതണം. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u1 പ്ലസ് v1. ഇവിടെ എ എന്ന് പറയുന്നത് u1ഉം ബി എന്ന് പറയുന്നത് v1ഉമാണ്. എങ്കിൽ എ പ്ലസ് ബി എന്ന് എഴുതുമ്പോൾ u1 പ്ലസ് v1 എന്ന് എഴുതും, ഇൻറ്റു u1 മൈനസ് v1. അതായത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ ഇതിനെ മാറ്റി എഴുതാം. അതുപോലെ തന്നെ ഇപ്പുറത്തും m2നെ അവിടെ അങ്ങനെ തന്നെ നിർത്തി. v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതുപോലെയാണ് കിടക്കുന്നത്. എങ്കിൽ എന്ത് ചെയ്യാം? v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് അതിനെ നമ്മൾ മാറ്റി എഴുതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ തേർഡ് ഇക്വേഷൻ എന്ന് നമ്പർ ചെയ്യാം. നമുക്ക് ഇവിടെ മൂന്നാമത്തെ ഇക്വേഷനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഈ തേർഡ് ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എങ്കിൽ തേർഡ് ഇക്വേഷനെ ഒന്നും കൂടി എടുത്തെഴുതണം. m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു
v2 മൈനസ് u2. ഇതാണ് തേർഡ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ m1 ഇൻറ്റു u1 മൈനസ് v1 എന്നുള്ള ഇക്വേഷനാണ്. അതുപോലെ ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ അടിയിൽ എഴുതി, മൂന്നാമത്തെ ഇക്വേഷൻ മുകളിൽ എഴുതി. m1ഉം m1ഉം കോമൺ ആണ്. അതുപോലെ u1 മൈനസ് v1 കോമൺ ആണ്. ഇവിടെ m2ഉം m2ഉം കോമൺ ആണ്. v2 മൈനസ് u2 എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുക u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെ ഫോർത്ത് ഇക്വേഷനിൽ നമ്മൾ നമ്പർ ചെയ്യണം. അങ്ങനെ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ടു ഫൈൻഡ്, നമ്മുടെ ആവശ്യം v1 അല്ലെങ്കിൽ v2 കണ്ടുപിടിക്കുകയാണ് വിത്ത് ദെയർ മാസസ് അല്ലെങ്കിൽ വിത്ത് റിലേഷൻ ടു ദെയർ മാസസ്. മാസുമായിട്ട് റിലേഷനുള്ള ഫോർമുല വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ടു ഫൈൻഡ് v1. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് v1നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. v1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ നാലാമത്തെ ഇക്വേഷനിൽ v2 നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നാലാമത്തെ ഇക്വേഷൻ u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 എന്നുള്ളതാണ് നാലാമത്തെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ v2 കണ്ടുപിടിക്കണം. v2 എന്നുള്ളത് എന്ത് വരും? u1 പ്ലസ് v1 ഓൾറെഡി ഇവിടെ ഉണ്ട്, പ്ലസ് u2 ഇങ്ങോട്ട് കിടക്കുമ്പോൾ മൈനസ് u2 ആയിട്ട് മാറും. എങ്കിൽ v2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുകയാണ് m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനിൽ v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് v2 ഇൻ ഇക്വേഷൻ 1. എങ്കിൽ m1 u1 അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് m2 u2 അങ്ങനെ തന്നെ നിൽക്കും, ഈക്വൽ ടു m1 v1 അങ്ങനെ തന്നെ നിൽക്കും. m2 ഇൻറ്റു v2ൻ്റെ അവിടെയാണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? v2ന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. u1 പ്ലസ് v1 മൈനസ് u2 എന്നുള്ള ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. v2ൻ്റെ പൊസിഷനിൽ നമ്മൾ v2ന് പകരം എന്ത് ചെയ്യണു? u1 v1 u2 ഉള്ള ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി m1 u1 അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് m2 u2 അങ്ങനെ തന്നെ നിൽക്കും, ഈക്വൽ ടു m1 v1 പ്ലസ് m2 കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 ടേംസ് ഉണ്ട്, 3 പേരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m2 ഇൻറ്റു u1 ചെയ്യുമ്പോൾ m2 u1 എന്ന് വരും, പ്ലസ് m2 ഇൻറ്റു v1 രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m2 v1 എന്ന് വരും, m2 ഇൻറ്റു മൈനസ് u2 അപ്പോൾ മൈനസ് m2 u2 എന്ന് വരും. ഇനി നമ്മുടെ ആവശ്യം ഇതിൽ നിന്ന് v1 കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? v1 ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിൽ നിർത്തുക. ഇതിൽ v1 ഉണ്ട്, അതുപോലെ ഇതിൽ v1 ഫസ്റ്റ് വെലോസിറ്റി v1 ഉണ്ട്. എങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ആ v1 ഉള്ള ടേംസിനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ളവരെയൊക്കെ അതർ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ m1 u1 ഓൾറെഡി ഇവിടെ ഉണ്ട്, പ്ലസ് m2 u2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉണ്ട്. ഈ രണ്ട് ടേംസ് ഇവിടെയുള്ള ടേംസാണ്. ഇനി ഇവിടെ ഇല്ലാത്ത ടേംസ്, ഇതിൽ v1 ഇല്ല, ഇതിലും v1 ഇല്ല. ഈ രണ്ട് ടേംസിന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്ലസ് m2 u1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് m2 u1 ആയി മാറും. അതുപോലെ മൈനസ് m2 u2 ഇങ്ങോട്ട് കിടക്കുമ്പോൾ പ്ലസ് m2 u2 ആയിട്ട് മാറും, ഈക്വൽ ടു ഇവിടെ ബാക്കി രണ്ട് ടേംസേ ഉള്ളൂ. ആ രണ്ട് ടേംസിലും v1 ഉണ്ട്. ആദ്യത്തെ ടേം m1 v1 പ്ലസ് രണ്ടാമത്തെ ടേം m2 v1. എങ്കിൽ എന്ത് ചെയ്യുക? v1 ഇവിടെ കോമൺ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ v1നെ കോമൺ ആയി പുറത്തേക്ക് എടുക്കണം. ആദ്യത്തെ ടേമിൽ നിന്ന് v1 പോയി കഴിഞ്ഞാൽ m1 മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി രണ്ടാമത്തെ ടേമിൽ നിന്ന് v1 പുറത്തേക്ക് പോയി അവിടെ m2 മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ v1 ഇൻറ്റു m1 m2 എന്ന് വരും. ഇവിടെ നോക്കൂ, m2 u2 എന്നുള്ളത് ഒരു ടേം ഉണ്ട്, വീണ്ടും m2 u2 എന്നുള്ള വേറൊരു ടേം ഉണ്ട്, രണ്ടും പ്ലസ് ആണ്. അപ്പോൾ എത്ര m2 u2 ഉണ്ട്? ഒരു m2 u2 ഇവിടെയുണ്ട്, പിന്നെ വേറൊരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ 2 m2 u2 എന്ന് എഴുതാം. ഇനി അടുത്ത രണ്ട് ടേംസിൻ്റെ പ്രത്യേകത നോക്കിക്കോളൂ. ഇതിൽ u1 ഉണ്ട്, അതുപോലെ ഇവിടെയും എന്തുണ്ട്? u1 ഉണ്ട്.
അപ്പോൾ എന്ത് ചെയ്യാം, u1നെ പുറത്തേക്ക് എടുക്കാം. u1നെ പുറത്തേക്ക് എടുത്താൽ അവിടെ എന്ത് വരും, ആദ്യത്തെ ടേമിൽ നിന്ന് u1നെ പുറത്തേക്ക് എടുത്താൽ അവിടെ m1 മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ടേമിൽ നിന്ന് u1 പുറത്തേക്ക് എടുത്താൽ ഈ -m2 ആണ് അവിടെ ഉണ്ടാവുക. ഇനി ഇവിടെ പ്ലസ് m2u2ഉം പ്ലസ് m2u2ഉം കൂടി പ്ലസ് 2m2u2 എന്ന് വരും. എങ്കിൽ നമുക്ക് v1 കണ്ടുപിടിക്കാം. v1നെ മാത്രം ഇവിടെ നിർത്തുക. ഇൻറ്റു m1 m2 എന്നുള്ളത് ഇൻറ്റു m1 പ്ലസ് m2 എന്നുള്ളത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് വരും. അപ്പോൾ മുകളിലത്തെ ടേമുകളെ നമ്മളൊന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2u2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എങ്കിൽ നമ്മൾ v1 വെലോസിറ്റി കണ്ടുപിടിച്ചു. അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ ദ കൊളീഷൻ കഴിയുമ്പോൾ അതിന് എത്ര വെലോസിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷനാണ് ഈ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ടു ഫൈൻഡ് v2 എന്ന് പറയുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം. അടുത്തത് നമുക്ക് v2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടു ഫൈൻഡ് v2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ് ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മുടെ ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് നമ്മൾ v1 സെലക്ട് ചെയ്യുക. എങ്കിൽ v1 ഈക്വൽ ടു, അതായത് v1 കണ്ടുപിടിക്കുക. v1 ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, v2u2 റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ടേംസ് അങ്ങനെ തന്നെ നിർത്തുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ u1 എന്നുള്ള ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുക. അതായത് ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പ്ലസ് u1 അങ്ങോട്ട് വരുമ്പോൾ മൈനസ് u1 ആയിട്ട് മാറും. എങ്കിൽ v1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് v1 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 എഴുതുകയാണ് m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ v1ൻ്റെ പൊസിഷനിൽ നമുക്കറിയാവുന്ന ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്കിൽ m1u1 അങ്ങനെ തന്നെ നിർത്തുക, m2u2 അങ്ങനെ തന്നെ നിർത്തുക. m1നെ എഴുതി ഇനി v1ൻ്റെ പൊസിഷനിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന v2 പ്ലസ് u2 മൈനസ് u1 എന്നുള്ള ഇക്വേഷൻ v1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v2 പ്ലസ് u2 മൈനസ് u1. അതിനുശേഷം രണ്ടാമത്തെ ടേം m2v2 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് m2v2. ഇനി നമ്മളിവിടെ m1 കൊണ്ട് ഈ മൂന്ന് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. m1 എന്നുള്ളത് പുറത്തുള്ള ടേം ഈ മൂന്ന് ടേംസിനും ബാധകമാണ്. അപ്പോൾ മൂന്ന് പേരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1 ഇൻറ്റു v2 എന്ത് വരും, m1v2. m1 ഇൻറ്റു u2 m1u2 എന്ന് വരും. ഇനി m1 ഇൻറ്റു മൈനസ് u1 മൈനസ് m1u1 എന്ന് വരും. ലാസ്റ്റ് ടേം m2v2 അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v2, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ബി v2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ v2വിൻ്റെ ടേംസ് മാത്രം നമ്മളിവിടെ നിർത്തുക, ബാക്കിയുള്ളവരെയൊക്കെ അതർ സൈഡിലേക്ക് കടത്തുക. അപ്പോൾ m1u1 എന്നുള്ള ടേം ഇവിടെ ഉണ്ട്, പ്ലസ് m2u2 എന്നുള്ള ടേമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആവശ്യമില്ലാത്ത ടേമുകൾ m1u2 പ്ലസ് m1u2 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് m1u2 ആവും. ഇനി മൈനസ് m1u1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കടക്കുമ്പോൾ പ്ലസ് m1u1 ആവും, ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അപ്പോൾ രണ്ട് ടേംസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി. m1u2 എന്നുള്ള ടേം പ്ലസ് ടേം അപ്പുറത്തേക്ക് കിടന്നപ്പോൾ മൈനസ് ആയി. അതുപോലെ മൈനസ് m1u1 എന്നുള്ള ടേം അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ പ്ലസ് m1u1 ആയി. ഇനി ഇവിടെ ബാക്കിയുള്ള ടേംസ് എടുത്തെഴുതുക. ബാക്കിയുള്ള ടേംസ് രണ്ട് ടേംസാണ് m1v2ഉം അതുപോലെ m2v2. m1v2 പ്ലസ് m2v2. ഇനി ഇവിടെ നോക്കുക, v2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ടേംസിലും എന്തുണ്ട്, v2 ഉണ്ട്. എങ്കിൽ v2വിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ v2വിനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ ടേമിൽ m1 മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് രണ്ടാമത്തെ ടേമിൽ m2 മാത്രമേ ഉണ്ടാവുള്ളൂ. v2 പുറത്തേക്ക് പോയി അപ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് m2 മാത്രം എടുത്ത് എഴുതി. അപ്പോൾ v2 ഇൻറ്റു m1 പ്ലസ് m2 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുക, ഒരു പ്ലസ്
m1 u1 ഉണ്ട്, വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ട് m1 u1. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 m1 u1 എന്ന് എഴുതാം. ഇനി ഇവിടെ പ്ലസ് m2 u2 ഉണ്ട്, മൈനസ് m1 u2 ഉണ്ട്. രണ്ട് ടേംസിലും u2 ഉണ്ട്. എങ്കിൽ എന്ത് ചെയ്യാം? പ്ലസ് u2വിനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുക. ഉള്ളിൽ എന്ത് വരും? ആദ്യത്തെ ടേമിൽ m2 ബാക്കി വരും, രണ്ടാമത്തെ ടേമിൽ മൈനസ് m1 ബാക്കി വരും. ഇനി v2വിനെ കണ്ടുപിടിക്കാം. v2വിനെ ഇവിടെ നിർത്തുക. ഇൻറ്റു m1 പ്ലസ് m2 എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാവും. അപ്പോൾ ഇവിടെയുള്ള ടേംസ് ഓൾറെഡി അങ്ങനെ തന്നെ എഴുതുക. 2m1 u1 പ്ലസ് u2 ഇൻറ്റു m2 മൈനസ് m1. ഇനി ഇപ്പുറത്തുനിന്ന് ഇൻറ്റു m1 പ്ലസ് m2 എന്നുള്ളത് ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കടത്തുമ്പോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാവും. എങ്കിൽ നമുക്ക് v2 നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ബിയും നമുക്ക് കിട്ടി. ഇനി ഈ മെയിൻ ഡെറിവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കേസ് 1. കേസ് 1 നമ്മളോട് പറയുന്നത് മാസ് ഓഫ് ദ ടു ബോഡീസ് ആർ ഈക്വൽ. മാസ് ഓഫ് ടു ബോഡീസ് ആർ ഈക്വൽ. രണ്ട് വസ്തുക്കളും ഒരേ മാസുള്ള വസ്തുക്കളാണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. അതായത് m1 എന്നും m2 എന്നും സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. രണ്ടിൻ്റെയും മാസ് എഴുതുന്നിടത്ത് m എന്ന് എഴുതിയാൽ മതി. എങ്കിൽ നമുക്ക് v1 v2 ഇക്വേഷൻസ് എന്താ വരിക എന്നുള്ളത് കണ്ടുപിടിക്കാം. ആദ്യം v1 കണ്ടുപിടിക്കുമ്പോൾ v1ൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. v1ൻ്റെ ഇക്വേഷൻ എന്താണ്? v1 ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് v1ൻ്റെ ഇക്വേഷൻ. ഇതിലെന്ത് ചെയ്യാം? m1ൻ്റെയും m2ൻ്റെയും പൊസിഷനിലൊക്കെ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. m1ൻ്റെ പൊസിഷനിൽ m എന്ന് കൊടുത്തു, മൈനസ് m2ൻ്റെ പൊസിഷനിലും m എന്ന് കൊടുത്തു. m മൈനസ് m എന്ത് വരും? m മൈനസ് m എന്നുള്ളത് 0 വരും. 0 ഇൻറ്റു u1 എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഫസ്റ്റ് ടേം മൊത്തം 0 ആയിപ്പോവും. ഇനി 2 ഇൻറ്റു m2ന് പകരം m എന്ന് എഴുതിയാൽ മതി. u2 അങ്ങനെ തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ അടിയിൽ m1 എന്നുള്ളിടത്ത് m എന്ന് എഴുതുക, m2 എന്നുള്ളിടത്ത് m എന്ന് എഴുതുക. അതായത് m1 m2 പൊസിഷനിലൊക്കെ അവരുടെ മാസ് ഈക്വൽ ആയതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല, m എന്ന് എഴുതിയാൽ മതി. എങ്കിൽ ആദ്യത്തെ ടേം m മൈനസ് m 0 ആയി. 0 ഇൻറ്റു u1 എന്ന് വരുമ്പോൾ 0 വരും. പ്ലസ് 2m u2 ഡിവൈഡഡ് ബൈ ഒരു m കൂടി കൂട്ടുമ്പോൾ 2m. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. 2m u2 ഡിവൈഡഡ് ബൈ 2m. ഇനി 2m കട്ട് ചെയ്യാം. ഈക്വൽ ടു എന്തെന്ന് വരും? u2 എന്ന് വരും. എങ്കിൽ നോക്കുക, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? രണ്ടാമത്തെ ഓബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. v1 ഈക്വൽ ടു u2 എന്ന് കിട്ടും നമുക്ക്. അതായത് രണ്ട് ഓബ്ജക്റ്റിൻ്റെയും മാസ് ഈക്വൽ ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് 2. ഇതേപോലെ തന്നെ v2 കണ്ടുപിടിക്കാം നമുക്ക്. v2 കേസ് 1 രണ്ടിൻ്റെയും മാസുകൾ സെയിം ആണ്. അപ്പോൾ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m ആണെങ്കിൽ സെക്കൻഡ് വെലോസിറ്റി കണ്ടുപിടിക്കാം. സെക്കൻഡ് ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. v2 കണ്ടുപിടിക്കാം. v2 ഈക്വൽ ടു 2m1 u1 പ്ലസ് u2 ഇൻറ്റു m2 മൈനസ് m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാൽ ഇക്വേഷനാണ്. അതിൽ m1 m2 എന്നുള്ളിടത്തൊക്കെ m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വാല്യൂ കിട്ടാൻ നോക്കാം. നമുക്ക് 2 എഴുതുക. m1ൻ്റെ അവിടെ m എന്ന് എഴുതി, u1 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് u2 അങ്ങനെ തന്നെ എഴുതി, m2നും m1നും m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ m പ്ലസ് m എന്ന് കിട്ടി. എങ്കിൽ 2m u1 പ്ലസ് u2 ഇൻറ്റു m1 മൈനസ് m മൈനസ് m എന്ന് വരുമ്പോൾ 0 എന്ന് വരും, ഡിവൈഡഡ് ബൈ m കൂടി കൂട്ടുമ്പോൾ 2m. എങ്കിൽ 2m u1 പ്ലസ് 0 ഇൻറ്റു u2 വരുമ്പോൾ 0 ആണ് വരിക. അപ്പോൾ പ്ലസ് 0 എന്നുള്ളത് എഴുതിയില്ല, അതിന് വിരോധമില്ല. പ്ലസ് 0 ചെയ്താൽ അവിടെ വാല്യൂ മാറ്റമില്ല. 2m u1 തന്നെയാണ് കിട്ടുക. 2m u1 ഡിവൈഡ് ബൈ 2m കട്ട് ചെയ്ത് പോവും. u1 എന്ന് റിസൾട്ട് കിട്ടും. v2 ഈക്വൽ ടു u1. നേരത്തെ നമ്മൾ v1 ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടാണ് കിട്ടിയത്. റിസൾട്ട് എന്തൊക്കെ കിട്ടി? v1 എന്നുള്ളത് ചെയ്തപ്പോൾ നമുക്ക് u2 എന്ന് റിസൾട്ട് കിട്ടി. അതുപോലെ v2 ചെയ്തപ്പോൾ നമുക്ക് u1 എന്നാണ് റിസൾട്ട് കിട്ടിയത്. അതായത് അവരുടെ വെലോസിറ്റീസ് പരസ്പരം എന്ത് ചെയ്യണു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, അതായത് എക്സ്ചേഞ്ച് ചെയ്യണു.
അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം, ബോഡീസ് എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഇനി അടുത്തത് നമുക്ക് കേസ് 2 എങ്ങനെയാണെന്ന് നോക്കാം. കേസ് 2-ലെ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ്, ഇഫ് u2 = 0, ഇതിൽ രണ്ടാമത്തെ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണ്, അതായത് അത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ രണ്ടാമത്തേന് ആദ്യത്തേതിനേക്കാൾ വിട്ട് മാസ് കൂടുതലാണ്, m2 > m1 എങ്കിൽ ഈ രണ്ട് ഇൻഫർമേഷനാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് കേസ് 2-ൽ. എങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് m1 - m2. m1 - m2 m1 - m2 ചെയ്യുമ്പോൾ എന്ത് വരും? ചെറുതിൽ നിന്നാണ് വലിയ വാല്യൂ മൈനസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഏകദേശം -m2-ന് ഈക്വൽ ആകും. അതുപോലെ m1 + m2 ചെയ്യുമ്പോൾ വാല്യൂ, ഏറ്റവും വലിയ വാല്യൂ m2 ആണ്. അപ്പോൾ m2-ൻ്റെ വാല്യൂ ആണ് അതിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു m2. m1-ൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. വളരെ വളരെ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0.0000001 ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും. വളരെ വളരെ ചെറിയ മൈന്യൂട്ട് വാല്യൂ ആയിരിക്കും m1-ൻ്റെ വാല്യൂ. അപ്പോൾ അത് കൂട്ടുമ്പോഴാണെങ്കിലും കുറയ്ക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ വാല്യൂവിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. കൂട്ടുമ്പോൾ m2-ൻ്റെ വലിയ വാല്യൂവിനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ m1-ന് സാധിക്കില്ല. അപ്പോൾ ഭൂരിഭാഗവും സമ്മിൻ്റെ വാല്യൂവിൽ m2-ൻ്റെ വാല്യൂ നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചെറിയൊരു മാസിൽ നിന്നാണ് വലിയൊരു മാസ് കുറയ്ക്കണേ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, സംഖ്യകൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്ത് വരും? വലിയ സംഖ്യയുടെ ഭാഗം തന്നെയാണ് ഭൂരിഭാഗം അവിടെ ഉണ്ടാവുക. പിന്നെ മൈനസ് വരും, നിയമം തെറ്റിച്ചതുകൊണ്ട്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നതുകൊണ്ട് നിയമം തെറ്റിച്ചതുകൊണ്ട് അവിടെ മൈനസ് വരും. അപ്പോൾ m1 - m2 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -m2. അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് v1-ഉം v2-ഉം കിട്ടും. അപ്പോൾ v1-ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, v1 = m1 - m2 × u1 + 2m2u2 ഹോൾ ഡിവൈഡഡ് ബൈ m1 + m2. എങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m1 - m2 എന്നുള്ളടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് -m2 ആണ്. അപ്പോൾ -m2 u1 എന്ന് വരും, പ്ലസ് 2m2 അങ്ങനെ തന്നെ എഴുതുക, ഇൻറ്റു u2 എന്നുള്ളടത്ത് എത്രയാണ് വാല്യൂ? u2 എന്നുള്ളടത്ത് 0 ആണ്. അപ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ m1 + m2. m1 + m2 എന്നുള്ളടത്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു m2 ആണ്. അതായത് അതിൻ്റെ വാല്യൂ m2 എന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. എങ്കിലിവിടെ -m2 u1 ഡിവൈഡഡ് ബൈ m2 എന്ന് വരും. 2m2 × 0 വരുമ്പോൾ ഇത് മൊത്തം എന്തായിപ്പോവും? 0 ആയിപ്പോവും. ഇനി ഇവിടെ m2 ക്യാൻസൽ ആയിപ്പോവും, -u1 ആണ് റിസൾട്ട് വരിക. അതായത് v1 = -u1. ഇനി അടുത്തത് ഇതുപോലെ v2 ചെയ്യാം നമുക്ക്. v2 = v2-ൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക, 2m1 u1 + u2 × m2 - m1 ഡിവൈഡഡ് ബൈ m1 + m2. ഇതിലും നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2m1 u1 അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് u2 = എത്രയാണ്? u2 = 0 ആണ്. അപ്പോൾ u2-ന് എന്ത് കൊടുക്കുക? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി m2 - m1 -m2 ആണ്. ഇവിടെ 0 ഓൾറെഡി വന്നുകൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് മൊത്തം ക്യാൻസലായി പൊക്കോളും. ഈ ടേം മൊത്തം 0 ആവും. ഡിവൈഡഡ് ബൈ m1 + m2 എന്നുള്ളത് m2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിൽ 2m1 u1 ഡിവൈഡഡ് ബൈ m2. ഇനി ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, m2 ആണ് ഏറ്റവും വലുത്. m2 > m1, അല്ലെങ്കിൽ നമുക്ക് പറയാം m1 ഏറ്റവും ചെറുത്, m1 m2 എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാനും കുഴപ്പമില്ല, രണ്ടും ഈക്വലാണ്. m2 > m1 എന്ന് പറഞ്ഞാൽ m1-ൻ്റെ വാല്യൂ വളരെ 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 ചെറുതാണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി m1 = എന്തെന്ന് എടുക്കും? 0 എന്ന് എടുക്കും. എങ്കിൽ ഇവിടെ m1-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1-ൻ്റെ ഇവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, u1 ഡിവൈഡ് ബൈ m2. എങ്കിൽ 2 × 0 × u1 0 വരും, 0 ഡിവൈഡ് ബൈ m2 അവിടെ 0 ആവും. എങ്കിൽ v2 = എന്തെന്ന് കിട്ടി നമുക്ക്? v2 = 0 എന്ന് കിട്ടി. അതായത് സെക്കൻഡ് ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അതായത് സെക്കൻഡ് ഓബ്ജക്റ്റ് റെസ്റ്റിലേക്ക് എത്തി. ഫസ്റ്റ് ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി -u1 ആണ്. അതായത് ആദ്യം ആ ഓബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നോ അതിൻ്റെ അത്രയും തന്നെ എമൗണ്ട് ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും, പക്ഷെ അത്
തിരിച്ചാവും വരുന്നത്. നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യണത് അത് റീബൗണ്ട് ചെയ്യണു, തിരിച്ചു വരണു എന്നുള്ള മീനിങ്ങിലാണ്.